ലോത്തും കുടുംബവും അബ്രഹാമിനോടൊപ്പം കനാൻ ദേശത്ത് താമസിച്ചിരുന്നു. ഒരു ദിവസം അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മുടെ മൃഗങ്ങൾക്കെല്ലാം വേണ്ടുന്നത്ര സ്ഥലം ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വേർപിരിഞ്ഞാലോ? നീ ഒരു വഴിക്ക് പോയാൽ ഞാൻ വേറൊരു വഴിക്ക് പോയിക്കോളാം. ലോത്ത് ദേശമൊട്ടാകെ നോക്കി. അപ്പോൾ വേണ്ടത്ര വെള്ളവും തന്റെ മൃഗങ്ങൾക്ക് തിന്നാൻ ഇഷ്ടം പോലെ പുല്ലുമുള്ള വളരെ സുന്ദരമായ ഒരു സ്ഥലം അവൻ കണ്ടു. അത് യോർദാൻ നദിക്കരികെയുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് ലോത്ത് കുടുംബത്തെയും മൃഗങ്ങളെയും കൂട്ടി അവിടേക്ക് പോയി. സോദോം നഗരത്തിൽ അവർ താമസവുമാക്കി. സോദോമിലുള്ളവർ വളരെ മോശമായിരുന്നു. ഇതിൽ ലോത്തിന് വലിയ വിഷമം തോന്നി. കാരണം ലോത്തൊരു നല്ല മനുഷ്യനായിരുന്നു. ദൈവത്തെയും അത് വിഷമിപ്പിച്ചു. അവസാനം സോദോമിലെയും അടുത്തുള്ള നഗരമായ ഗോമോറയിലെയും ദുഷ്ടമനുഷ്യരെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ലോത്തിനെ അതറിയിക്കാൻ ദൈവം 2 ദൂതന്മാരെ അവന്റെ അടുത്തേക്ക് അയച്ചു. ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, പെട്ടെന്നാകട്ടെ, നിന്റെ ഭാര്യയെയും 2 പെൺമക്കളെയും കൂട്ടി ഈ സ്ഥലത്തുനിന്നു വേഗം പോയിക്കൊള്ളുക. ലോത്തും അവന്റെ കുടുംബവും പോകാൻ കുറച്ചു താമസിച്ചു. അപ്പോൾ ദൂതന്മാർ അവരുടെ കൈക്ക് പിടിച്ച് അവരെ നഗരത്തിനു പുറത്തു കൊണ്ടുചെന്നു വിട്ടു. എന്നിട്ടൊരു ദൂതൻ പറഞ്ഞു, ജീവനും കൊണ്ട് ഓടുക, പുറകോട്ട് നോക്കരുത്, കൊല്ലപ്പെടാതിരിക്കാനായി മലകളിലേക്ക് ഓടിപ്പോവുക. ലോത്തും പെൺമക്കളും അതനുസരിച്ചുകൊണ്ട് സോദോമിൽ നിന്ന് ഓടിപ്പോയി. അവർ ഒരു നിമിഷം പോലും നിന്നില്ല, തിരിഞ്ഞു നോക്കിയതുമില്ല. പക്ഷേ ലോത്തിന്റെ ഭാര്യ അനുസരണക്കേടു കാണിച്ചു. സോദോമിൽ നിന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൾ നിൽക്കുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അപ്പോൾ അവൾ ഒരു ഉപ്പുതൂമായി മാറി. ഇതിൽ നിന്നും നമുക്ക് നല്ല ഒരു പാഠം പഠിക്കാൻ കഴിയും. തന്നെ അനുസരിക്കുന്നവരെ ദൈവം രക്ഷിക്കുന്നുവെന്ന് ഇത് കാണിച്ചു തരുന്നു. എന്നാൽ ദൈവത്തെ അനുസരിക്കാത്തവർക്ക് തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. ഉൽപ്പത്തി 13:5 മുതൽ 13, 18:20 മുതൽ 33, 19:1 മുതൽ 29, ലൂക്കോസ് 17:28 മുതൽ 32.